ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ വീറ്റ് ഗ്രാസ് വീട്ടിലുണ്ടാക്കാം, അത് മണ്ണില്ലാതെ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ആവശ്യത്തിന് ഗോതമ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ടേക്കുക. ഒരു ദിവസം അത് വെള്ളത്തിലിടണം. അതിന് ശേഷം അത് എടുത്ത് ഒരു നനഞ്ഞ തുണിയിൽ, നല്ല തുണിയിൽ, വൃത്തിയുള്ള തുണിയിൽ കെട്ടി വയ്ക്കുക. നനച്ച് കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്, ഓവറായിട്ട് ഡ്രൈ ആവരുത്. അതിന് ശേഷം അത് അടുത്ത ദിവസം എടുത്ത് അതിൻ്റെ വേരൊക്കെ വന്നിട്ടുണ്ടത് ശ്രദ്ധിക്കുക. അതൊക്കെ തനിയെ ഉതിർക്കുക. എല്ലാം അങ്ങനെ തനിയെ കിടക്കാൻ തരത്തിലായിരിക്കണം, കട്ട പിടിച്ച് കിടക്കാൻ തരത്തിലായിരിക്കരുത്. ശ്രദ്ധിക്കണം, വേരൊരിക്കലും പൊട്ടരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫുള്ള് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ ബോർഡ്, നമ്മുടെ അട്ടപ്പെട്ടികളില്ലേ, അതിൻ്റെ കാർഡ്ബോർഡിൻ്റെ അതിൻ്റെ ഇതെടുത്ത് ഒരു ട്രേയിൽ അടിയിൽ വയ്ക്കുക. മണ്ണിന് പകരമാണ് കേട്ടോ ഇത്. അങ്ങനെ അത് അതിൻ്റെ അടിയിൽ വിരിച്ചിട്ട് അതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഇടുക അതിൻ്റെ മേലെ. കറക്റ്റായി ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ നമ്മളത് കറക്റ്റായിട്ട് വെതറി കൊടുക്കുക. നമ്മൾ ഈ ഗോതമ്പിൻ്റെ മണികൾ കേട്ടോ, വേര് വന്നിട്ടുള്ളത് നന്നായിട്ട് കറക്റ്റായിട്ട് എല്ലാ സൈഡിലും ഒരേപോലെ ഇരിക്കണം, ഈക്വലായിട്ടുണ്ടാവണം. ഒരു സ്ഥലത്ത് കൂടിയിട്ടും ഒരു സ്ഥലത്ത് കുറഞ്ഞിട്ടും ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ മുളച്ച് വരാൻ വേണ്ടിയിട്ട് അതിന് ടൈം എടുക്കും, അല്ലെങ്കിൽ അടിയിലുള്ളതൊക്കെ മുകളിലോട്ട് മുളച്ച് വരാൻ സമയമെടുക്കും. പിന്നെ അതിൻ്റെ മേലെ കറക്റ്റായിട്ട് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വയ്ക്കുക. ഇതെന്താ വെച്ചാൽ ഒരുപാട് അതിന് ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനും മുകളിൽ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ നിലനിൽക്കാനും കൂടി വേണ്ടിയാണ് കേട്ടോ. ഇത് ഒരുപാട് സഹായിക്കും അതിൻ്റെ വളർച്ചയ്ക്ക്. ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കണം, നനച്ചാൽ മതി കേട്ടോ. സ്പ്രേ ചെയ്താലും നന്നായിരിക്കും, ഒരുപാട് വെള്ളമായാൽ അളിയാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ മുളച്ച് വരുന്ന കാണുമ്പോൾ നമ്മൾ ആ ടിഷ്യൂ പേപ്പർ മാറ്റണം കേട്ടോ. ഒരു അളവിന് എല്ലാ ഇതിലും മുളച്ച് വരികയാണെങ്കിൽ എല്ലാ ടിഷ്യൂ പേപ്പർ എടുത്ത് നമുക്ക് മാറ്റാവുന്നതാണ്. അത്യാവശ്യം നനവ് ചെല്ലണം, എല്ലായിടത്തും ഈക്വലായിട്ട് അത് ഗ്രോ ആയിന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ടിഷ്യൂ എടുത്ത് മാറ്റുക, ഏകദേശമെങ്കിലും കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ എടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും, നനഞ്ഞുകൊണ്ടിരിക്കുന്ന ടിഷ്യൂ പേപ്പർ അല്ലേ, അതുകൊണ്ട്. അപ്പോൾ വെയിൽ കൊള്ളിക്കാൻ മറക്കരുത്. പലപ്പോഴും ഒരു മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളണം, എന്നാലേ അതിൻ്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീറ്റ് ഗ്രാസ് അടിപൊളിയിൽ വളർന്നിട്ടുണ്ട്, നല്ല ചന്തമുണ്ട് കാണാൻ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, മണ്ണില്ല, വെറും കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഇതും ടിഷ്യൂ പേപ്പറൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ജ്യൂസായിട്ട് ഉപയോഗിക്കാം. നല്ല പ്രോട്ടീനും ആൻറ്റി ഓക്സൈഡുകളൊക്കെ ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അമിനോ ആസിഡുകളും ഫൈബർ, ഇതൊക്കെ ദഹനത്തിനും ഇതിനൊക്കെ നല്ല ഇതാണ്. ഈ ചർമ്മങ്ങളും കോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അങ്ങനെയാണ് നെറ്റിൽ കണ്ടത് ഞാൻ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം.